പക്ഷെ അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റു. അത് അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു സംഭവമാണ്. കാസർഗോഡ് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ആദ്യം രംഗത്ത് വന്നത് അച്യുതാനന്ദൻ മത്സരിക്കണം. മൂന്നാറിലെ മലകളും കുന്നുകളും കയറുന്ന അച്യുതാനന്ദൻ, ആ പ്രായത്തിലും കയറുന്ന അച്യുതാനന്ദനെ നമ്മൾ മറക്കുകയില്ല. CPM ഇനി ഒരു തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രൽ ഡീബാക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗാളിലേക്കാളും ത്രിപുരയെക്കാളും ക്രൂരമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടികൾ. രമ ജയിക്കുക എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ ശരിയാണെന്ന് വീണ്ടും പറയുന്നതിന് തുല്യമാണ്. ജീവിച്ചിരിക്കുമ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അച്യുതാനന്ദൻ ഈ പാർട്ടി പിണറായി വിജയനെ പോലുള്ളവർക്ക് അപകടകരമായൊരു സിമ്പിൾ തന്നെ. അച്യുതാനന്ദൻ രോഗിയായിരിക്കുമ്പോഴും ശക്തൻ തന്നെയാണ്. വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ഇപ്പോൾ ഇന്ന് അത്യാസന്ന നിലയിൽ കഴിയുന്ന, കുറച്ച് നാളുകളായിട്ട് അത്യാസന്ന നിലയിൽ കഴിയുന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ കുറിച്ച് സംസാരിക്കാം. അദ്ദേഹം പാർട്ടിക്ക് അകത്തും പുറത്തും ജനങ്ങൾക്ക് ഭയങ്കര സ്വീകാര്യനായൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ആ ഒരു നിലയിലോട്ട് എത്തിപ്പെട്ടതെന്ന് സാറിന് പറയാമോ? അച്യുതാനന്ദൻ ഇന്ന് നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ അച്യുതാനന്ദനെ പോലെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു നേതാവ് ഇല്ല എന്നുള്ള സത്യം. ബാക്കി നേതാക്കന്മാരെല്ലാം ഏത് പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാലും അച്യുതാനന്ദൻ്റെ അത്ര ഔന്നത്യം എത്തിയ നേതാക്കളില്ല. CPM പറയാമെങ്കിൽ EMSൻ്റെ പറയാം, നയനാരുടെ പറയാം, കോൺഗ്രസിലാണെങ്കിൽ കരുണാകരൻ്റെ പറയാം. ഈ 3-4 പേരെക്കാളൊക്കെ വളരെ ഉയരത്തിലാണ് അച്യുതാനന്ദൻ. അച്യുതാനന്ദൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത CPM കേഡേഴ്സിൽ നിന്ന് മാത്രമല്ല അച്യുതാനന്ദന് പിന്തുണ കിട്ടുന്നത്. പാർട്ടിക്ക് പുറത്ത് ഈ മനുഷ്യനെ വിശ്വസിക്കാം എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ അച്യുതാനന്ദന് സാധിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. അച്യുതാനന്ദൻ ഇലക്ഷനിൽ എല്ലാ പ്രാവശ്യം ജയിക്കുന്ന അച്യുതാനന്ദനല്ല, തോറ്റ അച്യുതാനന്ദനാണ്. തോറ്റു എന്ന് പറഞ്ഞാൽ മാരാരിക്കുളത്ത് തന്നെ അച്യുതാനന്ദൻ തോറ്റു. ആ തോൽവി അച്യുതാനന്ദനെ ഭയങ്കരമായി വേദനിപ്പിച്ച തോൽവിയാണ്. 1965 അച്യുതാനന്ദൻ തോറ്റു. ആ തോൽവി അച്യുതാനന്ദനെ വേദനിപ്പിച്ചില്ല. കാരണം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. 77 വീണ്ടും തോറ്റു. അപ്പോഴും അത് തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. പക്ഷേ മാരാരിക്കുളത്തെ തോൽവി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അൻവർ ചതിയനാണെന്ന് പറഞ്ഞതുപോലെ മാരാരിക്കുളത്ത് ഒത്തിരി ചതിയന്മാരുണ്ടായിരുന്നു. അത് പിണറായിയുടെ സഹായികളാണോ ഇല്ലയോ എന്നറിയത്തില്ല, അത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ മാരാരിക്കുളത്ത് ഈ ചതിയന്മാരുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയാൻ പിണറായി ഒട്ടില്ലായിരുന്നു താനും. പക്ഷെ അച്യുതാനന്ദൻ മാരാരിക്കുളത്ത് തോറ്റു. അത് അച്യുതാനന്ദനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചൊരു സംഭവമാണ്. അച്യുതാനന്ദന് മൂക്കുകയറിടാൻ പോയതുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനാപരമായ ദൗർബല്യം കൂടെ ചൂണ്ടിക്കാണിച്ച് പുറത്ത് കാണിച്ച ആളാണ് അച്യുതാനന്ദൻ. അതിൻ്റെ ഉദാഹരണം 2011 ആണെന്ന് തോന്നുന്നു, അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിക്കുകയാണ്. അസംബ്ലിയിൽ മത്സരിക്കണ്ട എന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്നു. ലിസ്റ്റ് പേര് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ആരും പ്രേരണ കൊടുക്കാതെ അങ്ങനെ കാസർഗോഡ് ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ തൊഴിലാളികളാണ് ആദ്യം രംഗത്ത് വന്നത്. അച്യുതാനന്ദനെ മത്സരിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായി രംഗത്ത് വന്നു. അതൊരു വൈഡ് സ്പ്രെഡ്, കേരളം മുഴുവൻ വ്യാപിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറി. അതെന്തുകൊണ്ടാണ് ആ 2011 മത്സരിക്കണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചത്? ഇപ്പൊ എനിക്ക് സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഒരു പോളിസി ഞാൻ എടുക്കുകയാണ്. ഇത്ര വർഷം ജയിച്ചവർ വേണ്ട, അല്ലെങ്കിൽ ഇത്ര വയസ്സ് കുറഞ്ഞവർ വേണ്ട എന്ന് നോക്കി ബാക്കിയുള്ളവരെ വിട്ടുനിർത്താൻ പറ്റുന്ന പോളിസി എല്ലാ പാർട്ടികളും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്യുതാനന്ദൻ പ്രായം 80 കഴിഞ്ഞിരുന്നു. 80 അവർക്ക് വലിയ ഒരു ഇതാണ്. 80 കഴിഞ്ഞ അച്യുതാനന്ദൻ അന്ന് 82% ആ സമയത്ത്. അപ്പോൾ അച്യുതാനന്ദനെ അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ എപ്പോഴും ഇന്നലെ കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞു, രണ്ടാമത് എത്താൻ സാധ്യതയുള്ളവനെ മുമ്പിൽ നിൽക്കുന്നത് സൂക്ഷിക്കണം. ഇടയ്ക്കൊരു കണ്ണ് പുറകോട്ട് വേണം. അവൻ കത്തിയും കൊണ്ടാണോ വരുന്നത് എന്ന് നോക്കാൻ. അതിൽ അച്യുതാനന്ദൻ കുറച്ചൊക്കെ പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് അച്യുതാനന്ദൻ പിന്നെ വീണുപോയത്. പക്ഷെ എന്നാൽ പോലും അച്യുതാനന്ദനെ കൊടുത്ത എനർജി, ഊർജം പ്രതീക്ഷിക്കാൻ പറ്റാത്തതാണ്. ആ ഊർജത്തിലാണ് ഇടതുപക്ഷ മുന്നണിക്ക് ആ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ UDF ജയിക്കേണ്ടതാണ്. അവിടെ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയി വരുമ്പോൾ സംഭവിക്കുന്നത്, ഇന്നത്തെ പിണറായി വിജയനും അന്നത്തെ അച്യുതാനന്ദൻ്റെ രണ്ടും കൂടി കമ്പയർ ചെയ്താൽ മതി. അച്യുതാനന്ദനെ അനങ്ങാൻ പറ്റിയിട്ടില്ല. ഒരു കാര്യത്തിൽ അച്യുതാനന്ദന് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ LDFൻ്റെ ഗ്രാഫ് ഒരു 1965 അല്ലെങ്കിൽ 67 തൊട്ട് വരച്ചാൽ 67 കഴിഞ്ഞാൽ പിന്നെ LDFൻ്റെ ഗ്രാഫ് ഏറ്റവും കൂടുതൽ ഉയർന്ന കാലഘട്ടം എന്ന് പറയുന്നത് മൂന്നാറിലെ കയ്യേറ്റ് ഒഴിപ്പിക്കാൻ വേണ്ടി അച്യുതാനന്ദൻ ധീരമായി മുമ്പോട്ടിറങ്ങിയപ്പോഴാണ്. മൂന്നാറിലെ മലകളും കുന്നുകളും കയറുന്ന അച്യുതാനന്ദൻ, ആ പ്രായത്തിലും കയറുന്ന അച്യുതാനന്ദനെ നമ്മൾ മറക്കുകയില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇർഷാദ് സിംഗ് തുടങ്ങിയ ഉദ്യോഗസ്ഥന്മാർ, അവരെയും നമ്മൾ മറക്കുകയില്ല. അത്തരം ഒരു കമ്മിറ്റഡ് ടീമിനെ തല്ലി തകർക്കാൻ CPMന് പറ്റിയപ്പോൾ CPMൻ്റെ ആശയപരമായ അടിത്തറയുടെ തകർച്ച കൂടിയായിരുന്നത്. CPM ഇനി ഒരു തകർച്ചയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രൽ ഡീബാക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗാളിലേക്കാളും ത്രിപുരയെക്കാളും ക്രൂരമായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടികൾ. ഇനി അച്യുതാനന്ദൻ കൊടുത്ത ഇത് ഏറ്റവും വലിയ മെസ്സേജ്,
ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു. അത് കൊല്ലുക എന്ന് പറഞ്ഞാൽ വെറുതെ ക്രൂരമായ കൊലപാതകം. സാധാരണ ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. എവിടെയെങ്കിലും പോസ്റ്റർ ഒട്ടിക്കുന്നവർക്കോ അഭിമന്യനെ പോലെ ഇടയ്ക്ക് വന്ന് രാത്രി വന്ന് കുത്തിക്കൊല്ലുന്ന കൊത്തൽ. ഇത് പ്ലാൻ ചെയ്ത് ടി.പി. ചന്ദ്രശേഖരനെ കുത്തിക്കൊന്ന് അതിൻ്റെ പരാതി മുഴുവൻ മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് കെട്ടാൻ വേണ്ടി മാഷകളുടെ സ്റ്റിക്കർ ഒട്ടിച്ച് വണ്ടിയും വിട്ടു. അത്രയ്ക്ക് മാത്രം ചതിയും ഗൂഢാലോചനയും നിറഞ്ഞൊരു കൊലപാതകമായിരുന്നു അത്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പോലും, ഈവൻ നമ്മുടെ സ്വരാജ് പോലും, ബുദ്ധിജീവികളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സ്വരാജ് പോലും, അതിനെപ്പറ്റി ഒറ്റ അക്ഷരം മിണ്ടിയില്ല. അവിടെ ഭാര്യ രമയെ ആശ്വസിപ്പിക്കാൻ ചെല്ലാൻ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. അച്യുതാനന്ദൻ്റെ ഒരു സന്ദർശനം മതിയായിരുന്നു ടി.പി. പക്ഷെ അത് വേറൊരു ഭാഗം. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനങ്ങളുടെ മേലുള്ള സ്വാധീനം, വൈകാരികമായ സ്വാധീനം, കുറേ ക്രിമിനലുകൾ കൊലപാതകം ചെയ്യാൻ വേണ്ടി നടക്കുന്ന കുറേ ക്രിമിനലുകൾ, അവർക്ക് ഭയങ്കര നഷ്ടമുണ്ടാവുകയും മലബാറിൽ പല സ്ഥലത്തും, വടകര ഉൾപ്പെടെ പല സ്ഥലത്തും കോൺഗ്രസിന് തിരിച്ചു വരാൻ സാധിച്ചു. രമ പിന്നെ അവിടെ ജയിക്കുകയാണ്. രമ ജയിക്കുക എന്ന് പറഞ്ഞാൽ അച്യുതാനന്ദൻ ശരിയാണെന്ന് വീണ്ടും പറയുന്നതിന് തുല്യമാണ്. അത് പാർട്ടിയുടെ നേതാക്കന്മാരെ മനസ്സിലാകുന്നില്ല. ഒന്നാം പിണറായി സർക്കാരിന് മുന്നേ നടന്ന തെരഞ്ഞെടുപ്പില് അന്നത്തെ ഇലക്ഷനിൽ അച്യുതാനന്ദനായിരുന്നു ഐക്കൺ എന്ന് പറയുന്നത്. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പിണറായി ആയി മുഖ്യമന്ത്രി. അപ്പോൾ ആ ഒരു സമയത്ത് ശരിക്കും അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഒതുക്കിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുമോ? ഒതുക്കിയതാണെന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യമാണ്. അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ളൊരു വ്യത്യാസം, അച്യുതാനന്ദൻ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനാണ്. ഡയറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്യും. പിണറായി വിജയനോട് ആരോടാണെങ്കിൽ ആ ഡയറക്റ്റ് ഫൈറ്റ് അച്യുതാനന്ദൻ പിണറായിയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ തിരിച്ചങ്ങനെയല്ല ഉണ്ടായത്. പിണറായിയുടെ ഏറ്റവും വലിയ കഴിവ്, കുറ്റപ്പെടുത്തുകയല്ല, അതൊരു രാഷ്ട്രീയത്തിൽ അതും വേണം. പിണറായിയുടെ കഴിവ് എന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിലുള്ള തന്നെ സ്വാധീനിക്കാനോ തന്നെ നിയന്ത്രിക്കാനോ കഴിവുള്ളവരെ എങ്ങനെ സ്വന്തം പക്ഷത്ത് നിർത്താൻ പറ്റും എന്ന് നന്നായി പഠിച്ച ആളാണ് പിണറായി. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്താൽ കാര്യങ്ങൾ നടക്കും, ഏതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചാൽ താൻ പറയുന്ന കാര്യങ്ങൾ നടക്കുമെന്നറിയാം. മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിൽ അന്ന് പ്രകാശ് കാരട്ടാണ്. യെച്ചൂരി ആണെങ്കിൽ ഈ കളി നടക്കുകയില്ലായിരുന്നു. ഓരോ സ്ഥാനത്തിരിക്കുന്നവർ, അപ്പോൾ മോഡിയെ വരെ നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ മോഡിയെ വരെ സ്വന്തം പക്ഷത്ത് നിർത്താൻ പിണറായി വിജയന് കഴിയുന്നുണ്ടെങ്കിൽ, നലാവലിൻ കേസുള്ളൊരു കേസ് ഇത്രയും സുപ്രീം കോടതിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ കൂടെ നീട്ടി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗിന്നീസ് ബുക്കിലേക്ക് വരുമായിരിക്കും ആ കേസ് മിക്കവാറും മാറ്റിവെച്ചതിൽ. ഇത് സാധിക്കുന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അസാമാന്യ പ്രതിഭ തന്നെയാണ്. പക്ഷേ ആ കഴിവ് എന്തുകൊണ്ടോ ഓരോ വർഷം തോറും അത് ഉപയോഗിക്കാൻ ഉള്ള കഴിവ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. നല്ല രീതിയിൽ ഉപയോഗിക്കാം. അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവൻ നല്ല രീതിയിൽ ആദ്യത്തെ ഇലക്ട്രിസിറ്റി മന്ത്രിസഭയിലെ അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റി മന്ത്രി അത് പിണറായി ആയിരുന്നു. പിന്നെ പിണറായി ആരെങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ള ഒരു ഗവേഷണം നടത്തി കണ്ടുപിടിക്കണം. പിണറായി തന്നെ പോയതായിരിക്കില്ല, ആരുടെയെങ്കിലും ഗൈഡൻസ്, ആ ഗൈഡൻസ് അല്ലെങ്കിൽ കോക്കസ് എന്ന പാർട്ടിയിൽ ഡെവലപ്പ് ചെയ്തു വന്നു. അതാരാണ് അതിൻ്റെ കാരണക്കാരൻ, അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചുമതലയുണ്ട്. പിണറായിക്ക് തിരുത്താനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. അത് ചെയ്യുമെന്നുള്ളതാണ്. ചിലപ്പം നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടതെല്ലാം ക്യാൻസർ വരുമ്പോൾ കൈവിരൽ മുറിച്ച് മാറ്റുന്ന പോലെ നമുക്ക് വേണ്ടപ്പെട്ട പലതിനെ ഉപേക്ഷിക്കാൻ പിണറായി വിജയൻ തയ്യാറായാൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാകാൻ തയ്യാറായാൽ സിറ്റുവേഷൻ മുഴുവൻ മാറും. അതിന് പിണറായി വിജയന് സാധിക്കുമെന്നുള്ളതാണ്. ഞാനത് ഉദാഹരണം പറഞ്ഞേ. ആ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ അച്യുതാനന്ദൻ പോയപ്പോൾ ഇവിടെ കിട്ടിയ ജനത്തിൻ്റെ കയ്യടി ഭയങ്കരമാണ്. എല്ലാ ജനങ്ങളും. അതാണ് അച്യുതാനന്ദൻ്റെ ഐക്കൺ ആക്കിയത് തന്നെ. അത് അത്രയും ധീരമായ തീരുമാനം ആരെ എടുത്തിരിക്കുന്നത്? പിന്നെ വേണേൽ കഷ്ടിച്ച് കോൺഗ്രസ് മന്ത്രിസഭ പറയാം. വിദ്യാഭ്യാസം, സ്വാശ്രയ കോളേജുകൾക്കെതിരായിട്ടുള്ള സമരം കുറച്ച് കാലത്തെങ്കിലും യൂത്ത് കോൺഗ്രസ് കേസ് പ്രസ്ഥാനങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ആ സമുദായ സംഘടനകളുടെ താല്പര്യത്തെ, സഭയുടെ NSSൻ്റെ ഒക്കെ താല്പര്യത്തെ മറികടന്നുകൊണ്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. അന്ന് കോൺഗ്രസിന് അംഗീകാരം കിട്ടി. തെറ്റിനെ എതിർക്കാൻ തയ്യാറായി, അനീതി എതിർക്കാൻ തയ്യാറായി. ഏതെങ്കിലും ഒരു നേതാവ്, മുഖ്യമന്ത്രി രംഗത്ത് വന്നാൽ ഇവിടുത്തെ ജനം പിന്തുണയ്ക്കാൻ തയ്യാറാണ്. പക്ഷേ എതിർക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് ഇപ്പോൾ നേതാക്കന്മാരെ കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം ഒത്തുതീർപ്പുണ്ടാക്കുക. അതാണ്. ആരെങ്കിലും നമ്മളെ എതിർക്കാൻ വരുന്നതിനായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കുക. നിനക്കെന്നാ വേണ്ടതെന്ന് ചോദിക്കാം. അത്തരം ചോദ്യങ്ങളിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അച്യുതാനന്ദൻ ചെയ്ത ഏറ്റവും വലിയ സംഭാവന, എതിർക്കാൻ തയ്യാറായി പാർട്ടിയിൽ ഒരാളുണ്ട്, ഈ പാർട്ടിയെ കൊണ്ടുപോലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തന്നു. CPM-നെ കൊണ്ടുപോലും പല മനുഷ്യന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എത്രയോ ഫാക്ടറികൾ, ടെക്നോ പാർക്ക്, IT വികസനമൊക്കെ അങ്ങനത്തെ കാലത്ത് ഉണ്ടായത്. സ്വന്തമായിട്ട് പേഴ്സണൽ സ്റ്റാഫിനെ പോലും വെക്കാൻ സമ്മതിച്ചില്ല. ആലോചിച്ച് നോക്കണം എത്ര ക്രൂരമായിട്ടാണ്. സ്വന്തമായി പേഴ്സണൽ സ്റ്റാഫ് സുരേഷിനെ മാറ്റി, അതുപോലെ ബാലകൃഷ്ണനെ മാറ്റി, എത്ര പേരെ മാറ്റി. സ്വന്തമായിട്ട് പേഴ്സണൽ സ്റ്റാഫിനെ പോലും വെക്കാൻ അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരു സമീപനമെടുത്ത്. ഇന്ന് പിണറായി വിജയൻ അങ്ങനത്തെ യാതൊരു നിയന്ത്രണങ്ങളുമില്ല. പിണറായി വിജയൻ്റെ അധികാരശക്തിയെ ചോദ്യം ചെയ്യാൻ ആരും വന്നിട്ടില്ല. ആ ചുറ്റുപാടിലാണ്
ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. അച്യുതാനന്ദൻ, ഇനി ഒന്നുകൂടെ പറയുന്നു, ജീവിച്ചിരിക്കുമ്പോഴും എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അച്യുതാനന്ദൻ ഈ പാർട്ടി പിണറായി വിജയനെ പോലുള്ളവർക്ക് അപകടകരമായൊരു സിമ്പിൾ തന്നെയാണ്. ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അച്യുതാനന്ദൻ്റെ സ്വാധീനം എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ സംസാരിക്കുന്നു ഇപ്പം അച്യുതാനന്ദനെ പറ്റി. രോഗിയായ അച്യുതാനന്ദനെ കുറിച്ചല്ല പറയാൻ ഇഷ്ടപ്പെടുന്നത്, രംഗത്ത് വരേണ്ട അച്യുതാനന്ദനെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് അച്യുതാനന്ദൻ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നല്ല പറയുന്നത്. അച്യുതാനന്ദൻ രോഗിയായിരിക്കുമ്പോഴും ശക്തൻ തന്നെയാണ്. ഇപ്പം അച്യുതാനന്ദൻ്റെ എന്തെങ്കിലും ദൗർഭാഗ്യകരമായി എന്തെങ്കിലും സംഭവിച്ചാൽ അത് CPM-ന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയും കൂടി ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ കുറച്ചു കാലങ്ങളായിട്ട് അദ്ദേഹത്തിന് അസുഖബാധിതനാണ് അല്ലെങ്കിൽ പ്രായാധിക്യമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുകയല്ലേ, എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തി. അല്ല, അങ്ങനെ മാറ്റി നിർത്തുമ്പോൾ അച്യുതാനന്ദൻ റിലവൻസ് അവിടെ ഇല്ല. ഇപ്പോഴും പാർട്ടി പ്രവർത്തകർ ഈ നിലമ്പൂർ ഇലക്ഷനിൽ പോലും ഒരു 5000 വോട്ട് അച്യുതാനന്ദൻ്റെ കറോഫിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അച്യുതാനന്ദനോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച 5000 വോട്ടെങ്കിലും പോയിട്ടുണ്ട്. പിന്നെ ഈ അച്യുതാനന്ദനോട് ഒപ്പം നിന്ന കൊള്ളാവുന്ന ഒത്തിരി പേരെ മാറ്റി. സുരേഷ് കുറുപ്പിനെ ഒരു രംഗത്ത് അടുപ്പിച്ചില്ല. സുരേഷ് കുറുപ്പ് രാഷ്ട്രീയം നിർത്തി പതുക്കെ പുറകോട്ട് പോവുകയാണ്. ആലപ്പുഴ CS സുജാത എവിടെ എത്തി? ഇവിടെ ശർമ്മ, ചന്ദ്രൻപിള്ള എവിടെ എത്തി? അച്യുതാനന്ദൻ്റെ ഒപ്പം നിന്നവരെ ഒന്നൊന്നായി ഒഴിവാക്കി. പിന്നെ കൊണ്ടുവന്നവരാരാണ് ആലോചിച്ച് നോക്കണം. ചിന്താ ജെറോമിനെയും ആര്യ രാജേന്ദ്രനെയും PP ദിവ്യയൊക്കെയാണ് നേതാക്കന്മാരായിട്ട് കൊണ്ടുവരുന്നത്. അത്രയ്ക്ക് വലിയ അധപ്പതനാണ് പാർട്ടിക്ക് ഉണ്ടായത്. നമ്മുടെ മന്ത്രിസഭയിൽ കൂടുതൽ നടക്കുന്നത് PR വർക്കുകളാണ്, അല്ലാണ്ട് ശക്തമായ ഒരു ഭരണം നടക്കുന്നില്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. ജനത്തിനാവശ്യം PR വർക്കാണ്. ജനത്തിനാവശ്യം PR വർക്കാണ്. അതുകൊണ്ടാണ് PR വർക്ക് ഉള്ളത് കൊണ്ടാണ് എന്തെങ്കിലും കൊടുക്കുന്നുള്ള രീതിയിൽ ഒരു കിറ്റ് വിതരണം പോലെ ഒരു അതുകൂടെ ബന്ധിപ്പിച്ചൊരു PR വർക്ക് നടത്തിയാൽ എന്തിനിത്ര ഈ വലിയ ഗൗരവമുള്ള രാഷ്ട്രീയം നമ്മുടെ തല കൊണ്ടു നടക്കുന്നു. നമുക്ക് എന്തെങ്കിലും നേരെ തരുന്നവന് വോട്ട് ചെയ്തേക്കാം. 10 രൂപ അല്ല 50 രൂപ തരുന്ന, അല്ലെങ്കിൽ 5 രൂപ റേഷൻ ഉള്ള വില കുറയ്ക്കുന്നതിന് അവന് വോട്ട് ചെയ്തേക്കാവുന്ന ജനം ചിന്തിച്ച് അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ആർക്ക് അനുകൂലമായി ജനം ചിന്തിക്കുന്ന പ്രശ്നമുണ്ടോ? അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് അവൻ്റെ മുമ്പിലില്ല. വന്ന ഓൾട്ടർനേറ്റീവുകളെല്ലാം ഇതുപോലെ തന്നെ പിന്നെയും പെരുമാറുന്നത്. സ്വർണ്ണക്കടത്ത് ഇപ്പം ഉണ്ടെന്നുണ്ടോ ആരെങ്കിലും? സ്വപ്ന സുരേഷിൻ്റെ പേര് കേട്ടിട്ട് നാളെത്രയായി? എന്ത് കേൾക്കാത്ത? എത്ര നാളായി കേട്ട് പറയോ? എന്ത് കേൾക്കാത്ത? അവർ കള്ളക്കടത്ത് നടത്തിയില്ലേ? അതോ അവർ മദർ തെരേസയുടെ ഇതിനെ മാറി ഇതൊന്നും ഇപ്പം അതൊക്കെ ചർച്ച ചെയ്ത് നമുക്ക് വേണ്ടി പത്രക്കാരിങ്ങനെ ഇട്ട് തരും. ഇപ്പം ഇത്രയും വീണ ജോർജിൻ്റെ ഇത്രയും പ്രശ്നം പറഞ്ഞിട്ട് അങ്ങോട്ട് എല്ലാം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പേര് വന്നിട്ടുണ്ടോ? ഇതാണ് PR വർക്കിൻ്റെ ഗുണം. അത് നല്ലതിനെ ചീത്തയ്ക്ക് ഉപയോഗിക്കാം. പിണറായി വിജയൻ ആ മാറ്റം ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. സാഹചര്യങ്ങൾ ലീഡർഷിപ്പ് 2 തരത്തിലുണ്ടാകും. ഒന്ന്, കഠിനാധ്വാനം ചെയ്ത് നമ്മൾ വളർത്തുന്ന ലീഡർഷിപ്പുണ്ട്. സാഹചര്യങ്ങൾ ചില ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഒന്നുമല്ലാതെ മുന്നിട്ടിറങ്ങും. ചിലർ ജെന്യുവനായിട്ട് വരുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ലീഡർഷിപ്പ് കേരളത്തിന് ആവശ്യമാണ്.